എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു വൻ വിവാദത്തിനാണ് 2026 T20 ലോകകപ്പ് വേദി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന പാകിസ്ഥാൻ ന്യൂസിലൻഡ് പോരാട്ടം ഇരു ടീമുകൾക്കും സൂപ്പർ 8ലേക്ക് കടക്കാൻ അനിവാര്യമായ ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. എന്നാൽ കൊളംബോയുടെ ആകാശത്തുരുണ്ടുകൂടിയ ഇരുണ്ട കാർമേഘങ്ങൾ പെയ്തിറങ്ങിയത് പാകിസ്ഥാന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് മേലാണ്. പ്രകൃതിയുടെ ക്രൂരമായ ഇടപെടലിൽ ഒരു പന്തുപോലും എറിയാതെ മത്സരം ഉപേക്ഷിക്കപ്പെടുകയും ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം പങ്കുവെക്കേണ്ടി വരികയും ചെയ്തു. ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയ പാക് താരങ്ങളുടെ മുഖത്ത് ലോകകപ്പ് ഫൈനലിൽ തോറ്റതിന് തുല്യമായ നിരാശയായിരുന്നു നിഴലിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥ കൊടുങ്കാറ്റാഞ്ഞടിച്ചത് മത്സരം ഉപേക്ഷിച്ചതിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിലാണ്. മാധ്യമങ്ങളെ കാണാനെത്തിയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഘയുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. മത്സരം ഉപേക്ഷിച്ചതിനെക്കുറിച്ചുള്ള ആദ്യ ചോദ്യം ഉയർന്നപ്പോൾ തന്നെ സൽമാന് തന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാനായില്ല. ലൈവ് ക്യാമറകൾക്ക് മുന്നിൽ മുഖം പൊത്തിയൊരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം വിങ്ങിപ്പൊട്ടി. നിശബ്ദത തളം കെട്ടിയ പ്രസ് റൂമിൽ ഇടറുന്ന ശബ്ദത്തോടെ സൽമാൻ പറഞ്ഞു തുടങ്ങി, "ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലല്ല, മറിച്ച് ഹൃദയം തകർന്ന ഒരു മനുഷ്യനായാണ്. എന്റെ ഹൃദയം ഇന്ന് ചോര കണ്ണീർ വീഴ്ത്തുകയാണ്. ഈ പോരാട്ടത്തിന് ഞങ്ങൾ ശാരീരികമായും മാനസികമായും 100% തയ്യാറായിരുന്നു. ഇന്ന് പ്രകൃതി ഞങ്ങളെ അനുവദിച്ചിരുന്നെങ്കിൽ ന്യൂസിലൻഡിനെ ഞങ്ങൾ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഈ ക്രൂരമായ മഴ ഞങ്ങളുടെ സർവസ്വവും തട്ടിയെടുത്തു." എന്നാൽ നിമിഷങ്ങൾക്കകം ആ കണ്ണീർ അണപൊട്ടിയൊഴുകുന്ന അഗ്നിപർവ്വതം പോലെ കടുത്ത രോഷമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഈ ഗതികേടിന് മുഴുവൻ കാരണവും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും ഇന്ത്യയുമാണെന്ന് അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ തുറന്നടിച്ചു. കടുത്ത രോഷത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഗർജിച്ചു, "ഞങ്ങളുടെ ഈ തകർച്ചയ്ക്കും ഇന്നത്തെ നഷ്ടത്തിനും ഉത്തരവാദി ഇന്ത്യ മാത്രമാണ്. കൊളംബോയിലെ ഈ ചെളി നിറഞ്ഞ മൈതാനത്തും അനിശ്ചിതമായ മഴയത്തും കളിക്കാൻ ഞങ്ങളെ നിർബന്ധിതരാക്കിയത് അവരുടെ പഴയ പിടിവാശിയും ആസൂത്രിതമായ ഗൂഢാലോചനയുമാണ്. ശ്രീലങ്കയിൽ ഇപ്പോൾ മൺസൂൺ കാലമാണെന്നും മത്സരങ്ങൾ മഴ കൊണ്ടുപോകാൻ പൂർണ്ണ സാധ്യതയുണ്ടെന്നും ലോകത്തിന് മുഴുവൻ അറിയാമായിരുന്നിട്ടും ഏഷ്യൻ ക്രിക്കറ്റിലെ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഇന്ത്യ ഈ മത്സരങ്ങൾ മഴയുടെ യാതൊരു ശല്യവുമില്ലാത്ത ദുബായിലെ മികച്ച സ്റ്റേഡിയങ്ങളിലേക്ക് മാറ്റാൻ അനുവദിച്ചില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. പാകിസ്ഥാനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും മൈതാനത്ത് കളിച്ചല്ല, മറിച്ച് ഹോട്ടൽ മുറികളിലിരുന്ന് ഗൂഢാലോചന നടത്തിയാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചതെന്നും സൽമാൻ രോഷത്തോടെ പറഞ്ഞവസാനിപ്പിച്ചു. സൽമാൻ ആഘയുടെ ഈ വാക്കുകൾ ഇന്റർനെറ്റിൽ ഒരു അണുബോംബ് പോലെയാണ് പൊട്ടിത്തെറിച്ചത്. കോടിക്കണക്കിന് പാക് ആരാധകർ തങ്ങളുടെ ക്യാപ്റ്റന്റെ കണ്ണീരിൽ വൈകാരികമായി പ്രതികരിക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് വിദഗ്ധരും ഇന്ത്യൻ ആരാധകരും ഈ പ്രസ്താവനയെ നിഷിദ്ധമായി വിമർശിച്ചു രംഗത്തെത്തി. ICC ടൂർണമെന്റുകളിൽ വേദികൾ തീരുമാനിക്കുന്നത് ICCയുടെ ടെക്നിക്കൽ കമ്മിറ്റിയും ആതിഥേയ ബോർഡുമാണെന്നും തങ്ങളുടെ മോശം പ്രകടനവും തന്ത്രപരമായ പരാജയത്തിന്റെയും ഉത്തരവാദിത്തം എക്കാലത്തെയും പോലെ ഇന്ത്യയുടെ തലയിൽ എട്ടിവെച്ച് രക്ഷപ്പെടാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നും അവർ തിരിച്ചടിച്ചു. ഏതായാലും ഈ മഴയോടെ സൂപ്പർ 8 കടമ്പ പാകിസ്ഥാന് ഒരു പേക്കിനാവായി മാറിയിരിക്കുകയാണ്. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വൻ മാർജിനിൽ വിജയിക്കുക മാത്രമല്ല, മറ്റു ടീമുകളുടെ പരാജയങ്ങൾക്കായി അവർക്ക് കാത്തിരിക്കുകയും വേണം. ലോക ക്രിക്കറ്റിനെ തന്നെ 2 ചേരികളാക്കി മാറ്റിയ ഈ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ ആളിക്കത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സൽമാൻ ആഘയുടെ ഈ കണ്ണീരും ആരോപണങ്ങളും പാക് ടീമിൽ പുതിയ ഒരു പോരാട്ട വീര്യം ഉണർത്തുമോ, അതോ ഈ വിവാദങ്ങളും സമ്മർദ്ദവും അവരെ മാനസികമായി കൂടുതൽ തളർത്തുമോ എന്ന് വരും ദിവസങ്ങളിലെ പ്രകടനങ്ങൾ തെളിയിക്കും. ഈ വിഷയത്തിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യ ശരിക്കും തിരശ്ശിരയ്ക്ക് പിന്നിൽ കരുക്കൾ നീക്കുന്നുണ്ടോ, അതോ സ്വന്തം പരാജയവും ലോകകപ്പിൽ നിന്നുള്ള പുറത്താകൽ ഭീഷണിയും മറച്ചുവെക്കാൻ പാക് നായകൻ ഇന്ത്യയെ വെറുമൊരു ബലിയാടാക്കുകയാണോ? പലപ്പോഴും സത്യം നമ്മൾ കാണുന്നതിനേക്കാൾ ഭയാനകവും സങ്കീർണവുമായിരിക്കും. ഇതിനു പിന്നിലെ യഥാർത്ഥ സത്യം എന്തായിരിക്കും? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. ലോക കായികവേദിയിലെ ഇത്തരം വമ്പൻ വിവാദങ്ങളുടെയും മൂടിവെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെയും ഉള്ളറകൾ തേടി നമ്മൾ ഇനിയും വരും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.